നമസ്കാരം. നാഗാലാൻഡ് എന്ന നാടുവാണിരുന്ന MKR പിള്ളയുടെ അന്തകനായി ആദായ നികുതി വകുപ്പ്. രാജവത്സത്തിൽ രാജാവായി കഴിഞ്ഞിരുന്ന പിള്ളയും കുടുംബവും കണക്കു പരീക്ഷയിൽ കണക്കിന് വാങ്ങിക്കൂട്ടി. ആദ്യം 50 കോടി ഏറ്റുപറഞ്ഞു, പിന്നെ അത് 100 കോടിയായി. കോടികളുടെ കോണിപ്പടി ഇനി എത്ര കടക്കുമെന്ന് കണ്ടുതന്നെ അറിയാം. ആദായ നികുതി വകുപ്പിന്റെ വത്സല ശിഷ്യരായി ശ്രീവത്സം ഗ്രൂപ്പ് ഇങ്ങനെ നീങ്ങുമ്പോഴാണ് ആഞ്ചലോസ് ആദ്യ വെടി പൊട്ടിച്ചിരിക്കുന്നത്. ശ്രീവത്സം ഗ്രൂപ്പിനെ ഹരിപ്പാട് അരിയിട്ടു വാഴിച്ചത് UDF നേതാവായ മുൻമന്ത്രിയാണെന്നാണ് ആഞ്ചലോസിന്റെ അരുളപ്പാട്. ആഞ്ചലോസ് ഉന്നം വെച്ചിരിക്കുന്നത് ഏതു തലയെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. കോൺസ്റ്റബിളായി നാഗാലാൻഡിൽ കഴിഞ്ഞുകൂടിയ ഒരു പിള്ള കണ്ണടച്ചു തുറക്കും മുൻപ് എല്ലാവരുടെയും കണ്ണിലുണ്ണിയായത് എങ്ങനെയാണ്? പന്തളത്തെ വീട്ടുപടിക്കലാണ് നാഗാലാൻഡ് പോലീസിന്റെ ട്രക്ക് കിടക്കുന്നത്. പിള്ളകളിയല്ല പിള്ള നടത്തുന്നതെന്ന് ട്രക്കിന്റെ കിടപ്പ് കണ്ടാൽ അറിയാം. ട്രക്ക് വരെ വീട്ടുപടിക്കൽ കിടക്കുന്ന ആ ട്രാക്ക് റെക്കോർഡിലേക്കാണ് UDF രാഷ്ട്രീയത്തെയും CPI ഇപ്പോൾ കണ്ണി ചേർത്തിരിക്കുന്നത്. പിള്ളയിലേക്കുള്ള വാതിൽ തള്ളി തുറന്നു വന്ന അന്വേഷണം പ്രതിപക്ഷത്തെയും പ്രതിരോധത്തിലാക്കിയോ എന്ന സംശയം ഉയരുമ്പോൾ 6 ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത്. 1. ശ്രീവത്സം ഗ്രൂപ്പിന്റെ സംരക്ഷകനായത് UDF സർക്കാരിലെ ഉന്നതനായ മന്ത്രിയോ? 2. മുൻമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ച് CPI രംഗത്ത് വന്നത് രാഷ്ട്രീയ ഉദ്ദേശത്തോടെയോ? 3. പേരെടുത്തു പറഞ്ഞ് ആരോപണം ഉന്നയിക്കാൻ ആഞ്ചലോസ് മടിക്കുന്നത് എന്തുകൊണ്ട്? 4. ശ്രീവത്സം ഗ്രൂപ്പിനെതിരെ നടക്കുന്ന അന്വേഷണം ആദായ നികുതി വകുപ്പിൽ ഒതുങ്ങി നിൽക്കേണ്ടതോ? 5. ബിനാമി ഇടപാടുകാരനാണ് പിള്ളയെന്ന് തെളിഞ്ഞാൽ പിന്നിൽ കളിച്ചവരെ പുറത്തു കൊണ്ടുവരാനാകുമോ? 6. പിള്ളയുടെ കള്ളക്കണക്ക് കണ്ടെത്താൻ വൈകിയത് രാഷ്ട്രീയ നേതാക്കളും പങ്കാളിയായതുകൊണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം ടൈം. പിള്ളയ്ക്ക് പിന്നിലെ പ്രമുഖൻ ആര് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി മുൻ ലോക്സഭാംഗവുമായ TJ ആഞ്ചലോസ്, കോൺഗ്രസ് വക്താവ് മുൻ MLA ജോസഫ് വാഴക്കൻ, CPM നേതാവ് രാജു അബ്രഹാം MLA, IT വിഭാഗത്തിലെ മുൻ ഡയറക്ടർ ജനറൽ PK വിജയകുമാർ, ശ്രീവത്സം ഗ്രൂപ്പിന്റെ കള്ളപ്പണ ഇടപാടുകൾ മുഴുവൻ വെളിച്ചത്ത് കൊണ്ടുവന്ന മാതൃഭൂമി ന്യൂസിന്റെ പ്രതിനിധി ബിജു പങ്കജ് എന്നിവർ.